ശരിക്കും ഈ ഈമാൻ എന്ന് പറയുന്നത് ഈ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഘടകം അമൽ ബിൽ ജവാരിഹ് എന്നാണ്. ഈ ശരീരം കൊണ്ടുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പെരുമാറ്റമാണ് ഈമാൻ എന്നതാണ്. അപ്പം അതിൽ ഖുർആൻ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. പെരുമാറ്റശാസ്ത്രത്തിൻ്റെ ഖുർആൻ പരിപ്രേക്ഷ്യമാണല്ലോ. ഖുർആൻ വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. അത് ഏറ്റവും ഉദാഹരണം ഇവിടെ ഓതി വെച്ച ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. എങ്കിൽ പിന്നെ ആ നബിയുടെ സ്വഭാവം എന്താണ് എന്നറിയാൻ ആയിഷ ബീവിയോട് ഈ കാര്യം ചോദിച്ചു. അള്ളാഹ് സർട്ടിഫൈ ചെയ്ത റസൂലിൻ്റെ സ്വഭാവം എന്താണ്? അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഖുലുഖുൽ ഖുർആൻ. അപ്പോൾ ശരിക്കെന്താ? ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാവണമെങ്കിൽ, പെരുമാറ്റത്തിനുടമയാവണമെങ്കിൽ ഖുർആൻ ഫോളോ ചെയ്താൽ മതി എന്നതാണ് അതിൻ്റെ ആശയമായിട്ട് മനസ്സിലാകുന്നത്. പിന്നെ നേരത്തെ മുസ്തഫ സലീം സൂചിപ്പിച്ചു, ഈ പെരുമാറ്റം എന്നുള്ളത് ജന്മനാ കിട്ടുന്ന ഒന്ന് എന്ന് പറയാൻ കഴിയുമോ? ഒരുപക്ഷെ സ്വാധീനം ചെലുത്താം, കുടുംബ സ്വാധീനം ഉണ്ടാവാം, സാഹചര്യം ഉണ്ടാവാം, പക്ഷേ മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. വന്യമൃഗങ്ങളെപ്പോലും ഈ പരിശീലനത്തിലൂടെ പെരുമാറ്റങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ എത്ര മോശമായ സ്വഭാവമുള്ള ആളുകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും, നമുക്ക് മാറാൻ കഴിയുമെന്ന ഒരു സൂചന കൂടി നൽകുകയാണ്. അതിന് സ്വയം തീരുമാനിക്കണം. സൂറ റഅദിലെ 11-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ചേർത്ത് വായിച്ചോളാം. സ്വയം തീരുമാനിക്കാതെ ആർക്കും ആരെയും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് പെരുമാറ്റത്തിൽ മദനി സൂചിപ്പിച്ചതുപോലെ സംസാര ശൈലിയാണ് ഏറ്റവും പ്രധാനം. അതിൽ ഓരോ ഘടകങ്ങളും ആരോടൊക്കെ എങ്ങനെ സംസാരിക്കണം സൂചിപ്പിച്ചു. മാതാപിതാക്കളോട് സംസാരിക്കേണ്ട രീതിയിൽ സൂറ ഇസ്രായേൽ 23-ാമത്തെ ആയത്ത്, മക്കളോട് ലുഖ്മാൻ 17-ാമത്തെ ആയത്ത്, അതുപോലെ പൊതുവായിട്ട് വല തുസഅർ ഖദ്ദക ലിന്നാസ് എന്നുള്ള ആ ഭാഗം ലുഖ്മാൻ 18-19 ആയത്തുകൾ. പിന്നെ പൊതു മനുഷ്യരോട് വഖൂലു ലിന്നാസി ഹുസ്ന, നന്മയിൽ സംസാരിക്കുക എന്നത് സൂറ അൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്, സൂറ അഹ്സാബിലെ 70-ാമത്തെ ആയത്ത്. പിന്നെ ഇനി സംസാരിക്കാൻ വരുന്നത് അവിവേകികളാണ്, വിഡ്ഢികളാണെങ്കിലോ അവരോട് സംസാരിക്കുന്ന രീതി എന്താണ്? വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ എന്നുള്ള സൂറ ഫുർഖാനിലെ 63-ാമത്തെ ആയത്ത്. പിന്നെ പ്രബോധകരായ ആളുകൾ പ്രബോധിതരോട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന സൂറ ത്വാഹയിലെ 44-ാമത്തെ ആയത്ത്. ശത്രുവിനോട് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ സൂറ ഫുസ്സിലത്തിലെ 34-ാമത്തെ വചനം. ഇനി അണികളോട്, ഒരു നേതാവ് അണികളോട് സംസാരിക്കുന്ന രീതി, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും സൂറ ആല ഇംറാനിലെ 159-ാമത്തെ ആയത്ത്. പിന്നെ ശാരീരിക വൈകല്യമുള്ളവരോട്, പ്രയാസമുള്ളവരോട് അവസാനം സൂചിപ്പിച്ചല്ലോ, അബസവത്തവല്ല എന്നുള്ള ആയത്തും കൂടി ചേർത്ത് വായിക്കുക. ഇങ്ങനെ ഓരോ ആളുകളോടും എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. സാമൂഹിക മര്യാദയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സൂറ ഹുജറാത്തിലെ ആയത്തുകൾ വായിച്ചു നോക്കിയാൽ മതി. നമ്മളൊരാളെക്കുറിച്ച് കേൾക്കുമ്പോൾ സൂറ നൂറിലെ 13-ാമത്തെ ആയത്തിൽ ലൗലാ ഇസ് സമീഅ്തുമൂഹു എന്ന് തുടങ്ങുന്ന ഞാൻ സൂചന മാത്രം നൽകുകയാണ്. അഭിവാദന രീതി പറഞ്ഞു. ഫൈസാ ഹുയ്യീതും സൂറ അൻ-നിസായിലെ 86-ാമത്തെ ആയത്ത്. ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദ സൂറ അന്നൂറിലെ 27-ാമത്തെ ആയത്ത്. വിട്ടുവീഴ്ചയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കും പ്രബോധകർക്കും ആവശ്യമായ സാധനം വിട്ടുവീഴ്ചയാണ്. അത് സൂറ ആല ഇംറാനിലെ 134-ാമത്തെ ആയത്തിൽ വൽ കാളിമിനൽ ഗൈൽ വൽ ആഫീൻ സൂറ സബ്റൊക്കെ പറഞ്ഞല്ലോ. വിട്ടുവീഴ്ച, അഫു ചെയ്യുക എന്നുള്ളത് ഏറ്റവും മർമ്മപ്രധാനമാണ്. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്ശിക്ക് പോലും, അത് അടിവരട്ട് വായിക്കുന്നത്, വഹ്ശിക്ക് പോലും നബി മാപ്പ് നൽകിയെങ്കിൽ പിന്നെ അതിനപ്പുറത്ത് ആരും വിട്ടുവീഴ്ച ചെയ്യാൻ മടിക്കേണ്ടതില്ല എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ സ്വഭാവശുദ്ധി. പൊതുവേ നമ്മൾ സ്വഭാവശുദ്ധി ഇല്ലെങ്കിൽ, പെരുമാറ്റം മോശമാണെങ്കിൽ ആളുകൾ ഒഴിഞ്ഞു പോകും. വലൂകുന്ത ഫളൻ ഖലീദൽ ഖൽബ് എന്നുള്ള ആയത്തോട് ചേർത്ത് വായിക്കുക. അങ്ങനെ അവസാനിപ്പിക്കുന്നു. ഈ സ്വഭാവം എന്നത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് മാത്രം നല്ല സ്വഭാവമാവുക, പിന്നെ മോശ സ്വഭാവമാണെങ്കിൽ അത് കാര്യമില്ല. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, 40 കൊല്ലം പല്ല് തേച്ചു, ഒരു ദിവസം പല്ലേക്കാതിരുന്നാലും വായി നാറും എന്നതുപോലെ ഒരുപാട് കാലം നല്ല സ്വഭാവമായി പെരുമാറി, ഒരു ദിവസം മോശമായാലും അവൻ്റെ സ്വഭാവം മോശമായി. അതുകൊണ്ട് എന്നും ഈ സ്വഭാവങ്ങൾ, ഈ പറയപ്പെട്ട എല്ലാ സ്വഭാവ മര്യാദകളും പെരുമാറ്റങ്ങൾ നന്നായിക്കൊണ്ടേയിരിക്കണം. അതിലൊരു മാർഗമായി അള്ളാഹു നിശ്ചയിച്ചതാണ് അസ്സലാത്ത് എന്നുള്ളത്, നമസ്കാരം. അത് തൻഹാൻ ഫഹ്ശാഇ വൽ മുൻകർ. ഓരോ ദിവസവും 5 നേരം ആ സ്വഭാവം ശുദ്ധീകരിച്ചുകൊണ്ട്, പല്ല് തേക്കും പോലെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വഭാവം പെരുമാറ്റം ശുദ്ധീകരിക്കും പോലെ 5 നേരം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടായിരിക്കാം സ്വലാത്ത് നമുക്ക് നിർബന്ധമാക്കിയത് എന്നുകൂടി ചേർത്ത് വായിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രീതിയിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള പെരുമാറ്റ സ്വഭാവ മര്യാദകളെ നാം ആദ്യം ഉൾക്കൊള്ളുകയും നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പ്രബോധകരോടും മനുഷ്യരോടും
പെരുമാറേണ്ട രീതി, സംസാരിക്കേണ്ട രീതി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.